നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുകയും ചെയ്തപ്പോൾ 10 പേരെ തോൽപ്പിക്കണമെന്നും 10 പേരെ ജയിപ്പിക്കണമെന്നും മറുനാടൻ ആവശ്യപ്പെട്ടിരുന്നു. ആ ലിസ്റ്റിന് എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും പരിശോധിച്ചോ? വളരെ വിചിത്രമാണ് അതിൻ്റെ ഫലം. മറുനാടൻ തോൽപ്പിക്കണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ട 10 പേരിൽ 9 പേരും തോറ്റു. മറുനാടൻ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട 10 പേരിൽ 9 പേരും ജയിച്ചു. ഈ തോൽവിയിൽ ഏറ്റവും അധികം സന്തോഷം പകരുന്നത് 2 UDF സ്ഥാനാർത്ഥികളുടെ തോൽവിയാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ. മറ്റാരുമല്ല, മണലൂരിൽ മത്സരിച്ച TN പ്രതാപിൻ്റെയും ബേപ്പൂരിൽ മത്സരിച്ച PV അൻവറിൻ്റെയും തോൽവിയാണ്. UDF തരംഗം ആഞ്ഞു വീശിയതുകൊണ്ട് TN പ്രതാപൻ തോറ്റത് കേവലം 1613 വോട്ടുകൾക്കാണ്. PV അൻവർ തോറ്റത് 7487 വോട്ടുകൾക്കും. ഈ 2 തോൽവിയും പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നതാണ്. മറുനാടിന് വ്യക്തിപരമായി ഇവരോടുള്ള പിണക്കം. ഇവർ 2 പേരുമാണ് മറുനാടിനെ ഉപദ്രവിക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചത് എന്നത് തന്നെയാണ്. PV അൻവർ മറുനാടിനെതിരെ കള്ളക്കേസുകൾ ചമച്ച് മറുനാടിനെ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് റീൽസ് ഇട്ട് മാസങ്ങളോളം പിണറായിയോടൊപ്പം കൈകോർത്ത് പ്രയത്നിച്ചതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയുമില്ലാത്ത ക്രിമിനൽ സ്വഭാവമുള്ള നേതാവാണ് PV അൻവർ. പറയുന്ന വാക്കിന് ഒരു വിലയുമില്ല. വാ തുറന്നാൽ നുണ മാത്രം പറയും. പിണറായി വിജയന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പിണറായിയുടെ സഹായത്തോടെ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്ത് ഒടുവിൽ അൻവറിന്റെ തോന്നിയാസങ്ങൾക്കെതിരെ വാർത്ത എഴുതുന്ന മറുനാടൻ അടക്കമുള്ളവരെ ജയിലിൽ അടയ്ക്കാതിരുന്നതിന്റെ പേരിൽ മാത്രം പിണറായിയെ തള്ളിപ്പറഞ്ഞ് പുറത്തു വന്ന് വർഗീയത സൃഷ്ടിച്ച് വിഭജനം സൃഷ്ടിച്ച് താനെന്തോ മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് നടന്ന ഒരു ക്രിമിനൽ രാഷ്ട്രീയക്കാരനാണ് അൻവർ. CPM-നെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കാൻ പഠിച്ച പണി 18 നോക്കി നുണ പറഞ്ഞുകൊണ്ടിരുന്ന ട്രീ കട്ടർ മുതലാളിമാരായിരുന്നു അൻവറിന്റെ സ്പോൺസർമാർ എന്നുകൂടി ഓർക്കണം. എങ്ങനെയും CPM-നെ അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടർ ചാനലിനെ അൻവർ ജയിക്കണമെന്ന ആഗ്രഹമായിരുന്നു. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള അധാർമികതയ്ക്കും കൂട്ടുനിന്ന അൻവർ രാഷ്ട്രീയമായി കഥാവശേഷനാകുമ്പോൾ നീതിയെ സ്നേഹിക്കുന്നവർ ആഹ്ലാദിക്കും. മറുനാടിന്റെ പപ്പും പൂടയും പറിച്ചെടുക്കും, അടച്ചുപൂട്ടും, 6ാം നിലയിൽ നിന്ന് താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ ഈ ക്രിമിനൽ ഒടുവിലിത രാഷ്ട്രീയമായി പാപ്പരായിരിക്കുന്നു. CPM വിട്ട് UDF-ലേക്ക് വരുമ്പോൾ ആഭ്യന്തരമന്ത്രി പദവിയും 3 സീറ്റുമാണ് UDF-നോട് ആദ്യം ചോദിച്ചത്. UDF അവരോടൊപ്പം ചേർത്ത് നിർത്താമെന്ന് പറഞ്ഞപ്പോൾ VD സതീശന്റെ കുറ്റം പറഞ്ഞ് നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച് UDF-നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അനാഥനായി അലഞ്ഞപ്പോൾ ആരും ജയിക്കാത്ത ബേപ്പൂർ മാത്രം കൊടുത്ത് UDF തടി തപ്പി. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലത്തിൽ 12 UDF വിജയിച്ചപ്പോൾ ഓർക്കണം, കഴിഞ്ഞ തവണ 40,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഏലത്തൂരിൽ പോലും മന്ത്രി ശശീന്ദ്രൻ തോറ്റമ്പി. അത്ര വലിയ UDF തരംഗം കോഴിക്കോട് ആഞ്ഞു വീശിയപ്പോഴും PV അൻവർ മാത്രം തോറ്റുപോയി. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ജയിച്ചു. അൻവറിനെ പോലൊരു ക്രിമിനൽ രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസിതനാവാൻ ദൈവമെടുത്ത തീരുമാനത്തിന് നന്ദി. ഇത് തന്നെയാണ് TN പ്രതാപന്റെ കാര്യത്തിലും സംഭവിച്ചത്. TN പ്രതാപൻ അൻവറിനെ പോലൊരു ക്രിമിനൽ രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ പ്രതാപൻ ഒരു കപടനാട്യക്കാരനാണ്. ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. TN പ്രതാപൻ ഒരാളെ കെട്ടിപ്പിടിച്ചാൽ അതിനർത്ഥം ചതി വരുന്നുണ്ട് എന്നാണ്. അത്ര തിന്മ നിറഞ്ഞ മനസ്സുള്ള, എന്നാൽ ചിരിച്ചു കാണിച്ച് എല്ലാവരെയും മയക്കുന്ന ഒരു കപടനാട്യക്കാരനാണ് TN പ്രതാപൻ. TN പ്രതാപൻ തോൽക്കേണ്ടത് ചരിത്രത്തിന്റെ ആവശ്യമായിരുന്നു. UDF തരംഗത്തിലും പ്രതാപൻ തോറ്റു എന്നത് ആശ്വാസകരമാണ്. ഉള്ളത് പറയാമല്ലോ, അൻവർ തോൽക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും പ്രതാപൻ ജയിക്കുമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആശങ്കയും കണക്കുകൂട്ടലും. ഞങ്ങൾ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാനാർത്ഥി കുന്നത്തുനാട് മത്സരിച്ച PV ശ്രീനിജനാണ്. ശ്രീനിജൻ കഴിഞ്ഞ ദിവസവും താൻ 550 വോട്ടിന് ജയിക്കുമെന്ന് അവകാശപ്പെട്ടു. എന്നാൽ ശ്രീനിജൻ VP സജീന്ദ്രനോട് തോറ്റത് 21,283 വോട്ടിനാണ്. പട്ടികജാതി പട്ടികവർഗക്കാരൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുത്ത് നിരപരാധികളെ കുടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയിരുന്ന PV ശ്രീനിജന്റെ പരാജയം സ്വാഭാവികമായും ജനാധിപത്യ വിശ്വാസികളെ സന്തോഷിപ്പിക്കും. ഞങ്ങളെയും സന്തോഷിപ്പിക്കുന്നു. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭയാനകമായ അപജയത്തിന്റെ പ്രതീകമായിരുന്നു PK ശ്യാമള. തളിപ്പറമ്പിൽ ശ്യാമള 15,863 വോട്ടിന് തോൽക്കുമ്പോൾ വിജയിച്ചത് ജനാധിപത്യമാണ്, യഥാർത്ഥ CPM ആണ്. പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം ജനപ്രതിനിധിയായി അഹങ്കാരിയായി മാറിയ കുട്ടനാട്ടിലെ തോമസ് കെ തോമസിനെ തോൽപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, ആവശ്യപ്പെട്ടു. 20,600 വോട്ടിന് ജനങ്ങൾ ആഗ്രഹം സാധിച്ചു. കേരളത്തിന് നാണക്കേടായി മാറിയ
ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അബിൻ വർക്കിയെ ജയിപ്പിച്ചത് 18,985 വോട്ടിനാണ്. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദുവിനെ തോൽപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. 10,212 വോട്ടിനെ ജനങ്ങൾ അത് ചെയ്തു തന്നു. ഏറ്റവും വലിയ കപടനാട്യക്കാരനായ കളമശ്ശേരിയിലെ പി രാജീവ് തോറ്റത് 16,312 വോട്ടിനാണ്. ഞങ്ങൾ തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൽ ജയിച്ച ഏക സ്ഥാനാർത്ഥി ചിറയൻകീഴിൽ മത്സരിച്ച രമ്യ ഹരിദാസ് ആണ്. കേവലം 1,422 വോട്ടുകൾക്ക് രമ്യ ഹരിദാസ് വിജയിച്ചു. ഞങ്ങളുടെ പിന്തുണ ആവശ്യമില്ല എന്ന് രമ്യ ഹരിദാസ് പരസ്യമായി അറിയിച്ചതുകൊണ്ട് മാത്രമാണ് രമ്യ ഹരിദാസിനെ തോൽക്കുന്നവരുടെ ലിസ്റ്റിൽപ്പെടുത്തിയത്. മാത്രമല്ല, അവിടെ 5 വർഷം പ്രയത്നിച്ച് ഇക്കുറി വിജയം ഉറപ്പായിരുന്ന BS അനൂപിനെ വെട്ടി രമ്യ ഇറക്കുമതി ചെയ്തത് അധാർമികമാണ് എന്നതുകൊണ്ടും ഞങ്ങൾ രമ്യയെ തോൽക്കുന്നവരുടെ ലിസ്റ്റിൽപ്പെടുത്തി. പക്ഷേ രമ്യ ജയിച്ചു. രമ്യ ജയിച്ചതിൽ ഞങ്ങൾക്കൊരു പരാതിയും നിരാശയുമില്ല. ഇത് തന്നെയാണ് ജയിപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടവരുടെ അവസ്ഥയും. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി 10 പേരെ നിർബന്ധമായും ജയിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിൽ ഒരേ ഒരാൾ മാത്രമാണ് തോറ്റുപോയത്, പാലക്കാട്ടെ ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെതിരായി മത്സരിച്ച പിഷാരടി പ്രഗത്ഭനാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അദ്ദേഹം തെളിയിച്ചു. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ തള്ളിപ്പറയാൻ കഴിയുന്ന ബന്ധമായിരുന്നില്ല. ഞങ്ങളുടെ ആപത്ത് കാലത്ത് ഞങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കാനും രംഗത്തിറങ്ങിയ ഏക നേതാവ് എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ശോഭ ജയിക്കേണ്ടതായിരുന്നു, അതിനുള്ള കാലിബർ ഉണ്ടായിരുന്നു. 2 കാരണങ്ങൾ കൊണ്ട് തോറ്റുപോയി. പാലക്കാട്ടെ BJP-ക്കാർ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ ആഗ്രഹിച്ചില്ല. അവർ അതുകൊണ്ട് തന്നെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ശോഭയെ തോൽപ്പിച്ചു. എന്നിട്ടും 13,147 വോട്ടിന് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റതെന്ന് ഓർക്കണം. ബാക്കി ഞങ്ങൾ ആഗ്രഹിച്ചവർ എല്ലാം വിജയിച്ചു. തന്റെ ഭർത്താവിനെ വെട്ടിക്കുന്ന CPM-നോട് പകവീട്ടാൻ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ ഒറ്റയാൻ സമരം നടത്തുന്ന KK രമ 15,000-ലധികം വോട്ടുകൾക്ക് വടകരയിൽ ജയിച്ചപ്പോൾ വയനാട്ടിലെ ദുരിതബാധിതരായ ആളുകളെ നെഞ്ചേർ ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ CPM അപമാനിച്ച T സിദ്ദിഖ് 45,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചു. മാത്യു കുഴനാടൻ എന്ന ഫയർ ബ്രാൻഡ് ലീഡർ മൂവാറ്റുപുഴയിൽ ജയിച്ചത് 42,829 വോട്ടിനാണ്. ആര് തോറ്റാലും ജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച 2 സ്ഥാനാർത്ഥികൾ കായംകുളത്ത് മത്സരിച്ച M ലിജോയും തിരുവനന്തപുരത്ത് മത്സരിച്ച CP ജോണും. ലിജോ 15,000 വോട്ടിനും CP ജോൺ 9,863 വോട്ടിനും ജയിച്ചു. CPM ഭീകരതയ്ക്കെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്താൻ അമ്പലപ്പുഴയിൽ മത്സരിച്ച മുൻ മന്ത്രിയും കൂടിയായ സുധാകരൻ 27,872 വോട്ടിന് ജയിച്ചു. ഒരു മണ്ഡലത്തിൽ 5 വർഷം കഠിന പ്രയത്നം നടത്തി ആ മണ്ഡലം പിടിച്ചെടുക്കാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത KB ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാല 8,310 വോട്ടിന് ജയിച്ചു. വികസനത്തിന്റെ പുതിയ മാതൃക സംഭാവന ചെയ്തുകൊണ്ട് നേമത്തെ രാജീവ് ചന്ദ്രശേഖർ 3,513 വോട്ടിന് ജയിച്ചു. ഞങ്ങളുടെ ലിസ്റ്റിൽ കടന്നുകൂടിയ ഏക CPM സ്ഥാനാർത്ഥി, ഏക LDF സ്ഥാനാർത്ഥി പാറശാലയിൽ മത്സരിച്ച CK ഹരീന്ദ്രനായിരുന്നു. CK ഹരീന്ദ്രനുമായി ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടേയില്ല. പക്ഷെ ഹരീന്ദ്രൻ ജനപ്രിയനാണ്, ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്നു എന്നറിയാവുന്നത് കൊണ്ടാണ് CK ഹരീന്ദ്രനെ ലിസ്റ്റിൽപ്പെടുത്തിയത്. CPM ഈ പെരുമഴയത്തെ ഒലിച്ചു പോയിട്ടും CK ഹരീന്ദ്രൻ 15,013 വോട്ടിന് ജയിച്ചു. അതെ, മറുനാടൻ പറഞ്ഞത് ജനങ്ങൾ കേട്ടു. 10 പേരെ ജയിപ്പിക്കാൻ പറഞ്ഞതിൽ 9 പേരെയും ജയിപ്പിച്ചു. 10 പേരെ തോൽപ്പിക്കാൻ പറഞ്ഞതിൽ 9 പേരെയും തോൽപ്പിച്ചു.